കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് രണ്ടാം ഘട്ട കുറ്റപത്രം ഫെബ്രുവരി ആദ്യം സമർപ്പിക്കും. 2023 നവംബറിലാണ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത്. 30ഓളം പേർ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേസിൽ 10.48 കോടി രൂപയുടെ സ്വത്തുവകകൾ കൂടി ഇഡി കണ്ടുകെട്ടിയിരുന്നു. കരുവന്നൂർ ബാങ്കിൽ നിന്ന് വൻതുകകൾ വായ്പയെടുത്ത് തിരിച്ചടവില്ലാതെ ബാങ്കിനെ കബളിപ്പിച്ചവരാണ് രണ്ടാം ഘട്ട കുറ്റപത്രത്തിലുണ്ടാവുക. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 50 വ്യക്തികളും 5 സ്ഥാപനങ്ങളും ഉൾപ്പെട്ടിരുന്നു. 13,000 പേജുള്ള കുറ്റപത്രത്തിൽ 30 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ബാങ്ക് ഏജന്റ് AK ബിജോയി ആയിരുന്നു ഒന്നാം പ്രതി. ബാങ്ക് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ P സതീഷ് കുമാർ, CPM നേതാവും കൗൺസിലറുമായ PR അരവിന്ദാക്ഷൻ എന്നിവരും പ്രതികളായിരുന്നു. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ CPM ഭരണസമിതിയുടെ പാർട്ടി തലത്തിലെ ഇടപെടലുകളടക്കം കൂടുതൽ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തിയാകും അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുന്നതിനോടനുബന്ധിച്ച് കൂടുതൽ സ്വത്തുവകകളും കണ്ടുകെട്ടുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 10.48 കോടി രൂപയുടെ സ്വത്തുവകകൾ കൂടി ഇഡി കണ്ടുകെട്ടിയിരുന്നു. 128.72 കോടി രൂപയുടെ സ്വത്തുവകകളാണ് ഇതുവരെ ആകെ കണ്ടുകെട്ടിയത്. ജനം, കൊച്ചി.